ഇതിനകം മധുരയിൽ ജൈന സ്വാധീനം വളർന്നു വന്നു. രാജാവ് പോലും കീഴടങ്ങി. അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അതിൽ നിന്നും വിട്ടുനിന്നവർ രണ്ടുപേർ മാത്രം. രാജ്ഞി മംഗയർക്കരസിയാർ, മന്ത്രി കുലച്ചിറൈ നായനാർ എന്നിവരായിരുന്നു. ആന്തരികമായി അവർ ശൈവന്മാരായിരുന്നു. പക്ഷേ എല്ലാവരെയും പേടിച്ച് ബാഹ്യ അടയാളങ്ങൾ കാണിച്ചില്ല. രാജ്ഞി കുറച്ച് ജ്ഞാനികളെ സംബന്ധരുടെ അടുത്തേക്ക് അയച്ചു. ഇതിന് പോംവഴി കാണണമെന്ന് പറയുകയാണ്. സംബന്ധർ അപ്പറിനെ അറിയിച്ചു. ആദ്യം അപ്പർ വിസമ്മതിച്ചെങ്കിലും സംബന്ധരുടെ ദിവ്യത്വത്തിൽ സമ്മതം മൂളുകയും ചെയ്തു. സംബന്ധരുടെ പ്രസൻസ് തന്നെ ജൈനന്മാർക്ക് ദുർലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. രാജ്ഞിക്കും മന്ത്രിക്കും സമാധാനത്തിന്റെ കാറ്റ് വീശാൻ തുടങ്ങി. ദൂരെ നിന്നും തന്നെ മന്ത്രിക്ക് സംബന്ധരെ മനസ്സിലാവുകയും കാൽക്കൽ വീഴുകയും ഭക്തിപാരവശ്യത്തിൽ മതിമറക്കുകയും ചെയ്തു. രാജ്ഞിയെയും മന്ത്രിയെയും സ്തുതിച്ചുകൊണ്ട് സംബന്ധർ പാടി. പഞ്ചാക്ഷരി മന്ത്രം ജൈനന്മാർക്ക് അസ്വസ്ഥത ഉണ്ടാക്കി. രാജാവിനോട് കുതന്ത്രങ്ങൾ പറഞ്ഞുകൊടുത്തു. അതിൻ പ്രകാരം സംബന്ധരുടെ പാളയം കത്തിക്കാൻ ജൈനന്മാർ രാജാവിന്റെ സമ്മതം തേടി. രാജാവ് അനുമതിയും നൽകി. അത് വിജയിച്ചില്ല. രാജ്ഞി കാരണം തിരക്കി. സ്വന്തം മതത്തിന്റെ ശ്രേഷ്ഠത തെളിയിക്കാൻ രണ്ടു കൂട്ടരെയും വിളിക്കണമെന്ന് രാജ്ഞിയുടെ ഉപദേശം രാജാവ് സ്വീകരിച്ചു. സംബന്ധരുടെ പാളയത്തിന് തീയിടാൻ ജൈനന്മാർക്ക് കഴിഞ്ഞില്ല. അവർ ഭക്തരുടെ പാളയത്തിലേക്ക് തീയിട്ടു. ഭക്തർ സംബന്ധരുടെ അടുത്തെത്തി. ഒരു ഗാനം കൊണ്ട് ആ അഗ്നി തിരിച്ചു കൊട്ടാരത്തിലേക്ക് എത്തുകയും അതൊരു രോഗമായി രാജാവിനെ പിടികൂടുകയും ചെയ്തു. രാജാവിന് ശരീരമാസകലം പൊള്ളൽ അനുഭവപ്പെട്ടു. വൈദ്യന്മാരും ജൈന പുരോഹിതന്മാരും പണി 18 നോക്കി. പക്ഷേ രക്ഷയുണ്ടായില്ല. രാജ്ഞിക്കും മന്ത്രിക്കും കാരണം പിടികിട്ടി. സംബന്ധരെ കൊണ്ട് മാത്രമേ ഇതിന് പരിഹാരമുണ്ടാവുള്ളൂ എന്നും അവർ രാജാവിനോട് പറഞ്ഞു. ശൈവമതം സ്ഥാപിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. രാജ്ഞി തന്നെ സംബന്ധരുടെ അടുത്തേക്ക് പുറപ്പെട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചു. സംബന്ധർ ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം വാങ്ങിയിട്ട് കൊട്ടാരത്തിലെത്തി. രാജാവ് എല്ലാ മര്യാദകളോടും സംബന്ധനെ സ്വീകരിച്ചിരുത്തി. ജൈനമതക്കാർക്ക് ഇതിൽ എതിർപ്പുണ്ടായിരുന്നു. പ്രായപൂർത്തിയായ ഒരു ആൺകുട്ടി മാത്രമായിരുന്നു സംബന്ധർ. രാജ്ഞി രാജാവിനെ ഉപദേശിച്ചു. ആര് രോഗം മാറ്റുന്നുവോ നമുക്ക് അവരെ സ്വീകരിക്കാം. രാജാവും അത് സമ്മതിച്ചു. രാജാവിന്റെ ഇടതുഭാഗം ജൈനന്മാർക്കും വലതുഭാഗം സംബന്ധർക്കും കൊടുത്തു. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ജൈനന്മാർ തടവി. രാജാവ് വേദന കൊണ്ട് പുളഞ്ഞു. പുണ്യഭസ്മത്തെ സ്തുതിച്ചുകൊണ്ട് സംബന്ധർ ഒരു ഗാനം പാടി. ശരീരത്തിന്റെ വലതുവശത്ത് പുരട്ടി. വേദന പോയി. തണുപ്പ് അനുഭവപ്പെട്ടു. ജൈനന്മാർ പരാജയപ്പെട്ടു എന്ന് രാജാവ് പറഞ്ഞു. ഇടതുഭാഗവും സംബന്ധർ ഭസ്മം പൂശി രോഗവിമുക്തനാക്കി. കാവ്യാത്മക മികവാണ് വിജയത്തിന് കാരണമെന്ന് ജൈനന്മാർ വാദിച്ചു. തത്വചിന്താവാദങ്ങളിൽ വെല്ലുവിളിച്ചു. ഒരു തീജ്വാല കത്തിച്ച് അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾ തീയിലിടാൻ പറഞ്ഞു. ജൈനന്മാരുടെ താളിയോലകൾ അഗ്നിയിൽ കത്തിയമർന്നു. സംബന്ധരുടെ താളിയോലകളെ തൊടാൻ അഗ്നിക്ക് കഴിഞ്ഞില്ല. ഇതിലും സമ്മതിക്കാൻ ജൈനന്മാർ കൂട്ടാക്കിയില്ല. മൂന്നാമത് ഒരു പരീക്ഷണം കൂടി വെച്ചു. താളിയോലകൾ നദിയിലെറിയണമെന്ന്. സംബന്ധർ അതും സമ്മതിച്ചു. ഒരു ഭക്തൻ അപ്പോൾ ആവശ്യപ്പെട്ടു, ഇതിൽ തോൽക്കുന്നവരെ തൂക്കിക്കൊല്ലണമെന്ന്. രാജാവ് സമ്മതിച്ചു. ഇതിലും സംബന്ധരുടെ താളിയോലകൾക്ക് ഒന്നും സംഭവിച്ചില്ല. ജൈനന്മാരുടെ ഓല ഒഴുക്കിൽ പെട്ടുപോയി. 3 തവണയും തോറ്റ ജൈനന്മാർക്ക് വധശിക്ഷ വിധിച്ചു. അങ്ങനെ മധുരയിൽ ശൈവമതം പുനഃസ്ഥാപിക്കപ്പെട്ടു. പിന്നീടുള്ള യാത്ര കാളഹസ്തിയിലേക്കായിരുന്നു. കണ്ണപ്പ നായനാരെ ദർശിച്ച് ഒരു തീർത്ഥയാത്ര തന്നെ അവിടെ നിന്ന് തുടങ്ങി. പിന്നീട് ശിവഭക്തനായ ഒരു വ്യാപാരി താമസിക്കുന്നത് മൈലാപ്പൂരിലായിരുന്നു. കുറെ നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഒരു പെൺകുഞ്ഞ് ലഭിക്കുകയും പൂമ്പവൈ എന്ന് അവൾക്ക് നാമകരണം ചെയ്യുകയും ചെയ്തു. അവൾ വളർന്നപ്പോൾ തിരുസംബന്ധർക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന സങ്കല്പവും വെച്ചു. പെട്ടെന്ന് വിഷപ്പാമ്പ് കടിച്ചവൾ മരണമടഞ്ഞു. വ്യാപാരി മകളുടെ ചിതാഭസ്മം കലത്തിൽ സൂക്ഷിച്ചു. സങ്കല്പം ഓർമ്മ വന്നു. കലം പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയും സംബന്ധരെ ധ്യാനിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്തായിരുന്നു മൈലാപ്പൂരിലേക്കുള്ള യാത്ര സംബന്ധർ തുടങ്ങി വെച്ചത്.
ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ച് ചിതാഭസ്മത്തിൽ നിന്ന് അവളെ ജീവിപ്പിച്ചു. പക്ഷെ വിവാഹം ചെയ്യാൻ ഒരുക്കമായിരുന്നില്ല. പുനർജീവിപ്പിച്ചതുകൊണ്ട് ഒരു മകളുടെ സ്ഥാനമാണ് ഉള്ളത് എന്നും പറയുകയുണ്ടായി. വ്യാപാരി മകൾക്ക് ഒരു ആശ്രമം കെട്ടിക്കൊടുത്തു. യാത്രകൾ കഴിഞ്ഞ് സ്വന്തം ഗ്രാമത്തിലെത്തി. പിതാവ് വിവാഹം ചെയ്യാൻ നിർബന്ധിച്ചു. 16 വയസ്സ് മാത്രമായിരുന്നു പ്രായം. സംബന്ധർ സമ്മതിച്ചു. വിവാഹ ദിവസം പെൺകുട്ടിയുടെ കൈപിടിച്ച് അഗ്നിപ്രദക്ഷിണം ചെയ്തു. ശിവഭഗവാനെ ഉരുകി വിളിച്ചു. ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. സംബന്ധരെയും ഭാര്യയെയും വിവാഹത്തിനു കൂടിയ എല്ലാവരെയും ശിവഭഗവാനിൽ ലയിക്കേണ്ടതാണെന്ന് അനുഗ്രഹവും കൊടുത്തു. തിരുനീലകണ്ഠ നായനാർ, മുരുകനായനാർ, തിരുനീലകണ്ഠയാഴ്പ്പനർ എന്നിവരും അതിലുണ്ടായിരുന്നു. അടുത്ത നായനാരുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.